നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ആൻഡ്രോയിഡ് ടി വി ബോക്സ്. പല സുഹൃത്തുക്കൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഇത്ര ഒരു വീഡിയോ ചെയ്തത്. ഇത് പുതിയൊരു പ്രൊഡക്റ്റൊന്നുമല്ല, 2-3 വർഷമായിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ആൻഡ്രോയിഡ് ബോക്സുകൾ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ടി വികളെല്ലാം തന്നെ സ്മാർട്ട് ടി വികളാണ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന ടി വികളൊക്കെയാണ്. അപ്പോൾ അത്തരം ടെലിവിഷൻ സെറ്റ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് തങ്ങളുടെ ടി വി സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ആൻഡ്രോയിഡ് ടി വി ബോക്സുകൾ. ഞാൻ 2-3 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായിരിക്കുന്നവർക്ക് വളരെ ഉപകാരമാണ്. കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് ഡിഷ് ടി വികളും മറ്റൊക്കെ ആയിട്ട് ചാനലുകൾ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ നമുക്കറിയാം അത്തരം ചാനലുകളൊക്കെ ലഭിക്കണമെങ്കിൽ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ചാനലുകൾ, ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വലിയ സ്ക്രീനിൽ കാണാൻ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വളരെ ഉപകാരപ്പെടും. അത്തരം ആവശ്യത്തിനാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. ഞാനൊരു 2 വർഷം മുൻപ് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ അന്നത്തെ ആൻഡ്രോയിഡ് വേർഷൻ മാഷ്മെല്ലോ ഒക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ അന്ന് 1 GB റാം, അതുപോലെ തന്നെ 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്. കാലക്രമേണ പുതിയ അപ്ഡേഷൻ, മൊബൈലിലും അപ്ഡേഷൻ വന്നതോടുകൂടി ഈ ബോക്സിലും അവർ ഒരുപാട് അപ്ഡേഷൻസ് വന്നു. 1 GB റാമൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ചില ചാനലുകളൊക്കെ നമുക്ക് ബഫറിങ് വരും. അപ്പോൾ ഞാനത് ഈ അടുത്ത് ഒരു 6 മാസം മുൻപ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തു. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് നൊഗറ്റ് 7 ഇറങ്ങിയ ആ ഒരു ടൈമിൽ ബോക്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ നേരത്തെ ഞാൻ ആദ്യം 2 വർഷം മുൻപ് പർച്ചേസ് ചെയ്തത് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് 5,000-6,000 കിടക്കായിരുന്നു 1 GB റാമുള്ള ആ പ്രൊഡക്റ്റ് കിട്ടിയിരുന്നത്. പിന്നീട് ഞാനത് പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം ഒരു $60-70 റേഞ്ചിലാണ് പിന്നീട് എല്ലാ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അത് ഞാൻ ഏകദേശം ഒരു 4 GB റാം, അതുപോലെ തന്നെ ഒരു 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജൊക്കെ ഉള്ള ആൻഡ്രോയിഡ് ഒരു 7 നൊഗറ്റൊക്കെ വരുന്ന ടൈപ്പ് ഒരു ബോക്സായിരുന്നു അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുപോലത്തെ ബോക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതേ കമ്പനി, അതായത് ഒരുപാട് കമ്പനികളിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നിയ ഒരു കമ്പനി അദ്ദേഹത്തിന് വേണ്ടി ചൈനയിൽ നിന്ന് വരുത്തിയതാണത്. ഞാൻ നിരവധി ഇത്തരം പ്രൊഡക്റ്റുകളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ചൈനീസ് വെബ്സൈറ്റായ അലി എക്സ്പ്രസ് എന്ന വെബ്സൈറ്റിൽ നിന്നാണ്. മറ്റുള്ള വെബ്സൈറ്റിൽ നിന്നും വളരെ മികച്ച പ്രൈസിൽ നമുക്ക് അലി എക്സ്പ്രസ്സിൽ നിന്ന് ലഭിക്കും സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ വാങ്ങിയ ആ ഒരു പ്രൊഡക്റ്റിനെക്കാട്ടിലും ഒന്നുകൂടെ അപ്ഡേറ്റ് ആയ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഏതായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇത് സാധനം എന്താണെന്ന്. ബോക്സിൻ്റെ അകത്ത് ഇതാണ് ആൻഡ്രോയിഡ് ബോക്സ്. വളരെ ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പവർ കണക്ട് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന സോക്കറ്റ്, ഒരു HDMI പോർട്ട്, അതുപോലെ തന്നെ ഒരു AV പോർട്ട്, ഒരു USB പോർട്ട്, അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് മറ്റു 3 USB കണക്ട് ചെയ്യാനുള്ള പോർട്ട്, മൈക്രോ SD കാർഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ട്. ഇത്രയാണ് ഈ ഒരു ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവത്തിലാണ്. വളരെ സിമ്പിളാണ്. ഇത് നിങ്ങളുടെ LCD TV ആണെങ്കിൽ, പഴയ LCD TV ആണെങ്കിൽ HDMI പോർട്ട് വഴി കണക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ സാധാ പഴയ മോഡൽ TV ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് AV കൺവേർട്ടഡ് പിൻസ് ലഭിക്കും. ഇതുപോലുള്ള AV കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പിന്ന് ലഭിക്കും. അത് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പഴയ TVയിലേക്ക് AV വഴി കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ ബോക്സിനകത്ത് വരുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഒരു റിമോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു HDMI കേബിള്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പവർ കേബിളാണ് വരുന്നത്. ഇത്രയുള്ള ബോക്സിനകത്ത് വരുന്നത്. റിമോട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിമോട്ടാണ്. നമുക്ക് ചാനലുകൾ ചേഞ്ച് ചെയ്യാനും മറ്റൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് USB കണക്ട് ചെയ്തിട്ട് വയർലെസ് മൗസ് യൂസ് ചെയ്യാം. ഏറ്റവും സുഖം വയർലെസ് മൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു $50-60 കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ വില കുറഞ്ഞ രീതിയിലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഏകദേശം ഒരു $20 തൊട്ടിട്ട് അങ്ങോട്ട് ആൻഡ്രോയിഡ് ബോക്സിൽ ലഭ്യമാണ്. പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. ഏകദേശം ഒരു 4 GB റാം, 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജൊക്കെ ഉള്ള പ്രൊഡക്റ്റ് വാങ്ങുക. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷനാണ് നോക്കുക. കാരണം ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷനൊന്നും നമുക്ക് മൊബൈലിലെ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല.
കമ്പ്യൂട്ടറിൽ ഫേംവെയറൊക്കെ തിരഞ്ഞിട്ട് ചിലപ്പം കിട്ടും. പക്ഷേ നമ്മുടെ മൊബൈലൊന്നും അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ഇതിൽ ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉള്ള, അത്യാവശ്യം നല്ല കോൺഫിഗറേഷനുള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ടി വിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ മെനു. അതായത് നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ കാണുന്ന പോലെ തന്നെ. തുടർന്ന് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ നമ്മൾ താഴെ ഇവിടെ നമ്മൾ റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്ത ആപ്സ് ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾ മൈ ആപ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ ടി വി ചാനലിൽ ലഭിക്കുന്ന തരത്തിലുള്ള ആപ്സാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ലഭിക്കുന്ന ആപ്സ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ IPTV പോലത്തെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് IPTV പർച്ചേസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അത് നമുക്ക് നെറ്റ് കണക്ട് ചെയ്യുക, അത് നെറ്റ് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുക, അതല്ലെങ്കിൽ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് സംഭവം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് TV ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.